ഹലോ. അപ്പോൾ അവസാനം കാത്തിരുന്ന് മറ്റേ റോക്കറ്റൊക്കെ വിടാൻ നേരത്ത് മറ്റേ ഇത് ഇടത്തില്ലേ, മറ്റേ കൗണ്ട് ഡൗൺ പറയത്തില്ല, അതേ കണക്ക് കാത്തിരുന്ന് കിട്ടിയതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. കമ്മീഷൻ അല്ല കേട്ടോ, കമ്മിറ്റിയാണ്. ഇപ്പോൾ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ പീഡനമെന്നാണ് ഈ റിപ്പോർട്ട് അനുസരിച്ചുള്ളത്. ഫുള്ള് സാധനത്തിനും ഈ സ്ത്രീകളെ വഴങ്ങിക്കൊടുക്കണം പിന്നെ എന്തോ വേറെ എന്തൊക്കെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അവർ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്, വഴങ്ങിക്കൊടുക്കൽ, പിന്നെ അങ്ങനെ കുറേ വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വേണം. അണ്ണന്മാർ കുറേ എണ്ണം ആളെ സുഖിച്ച് കളിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് വായിക്കാൻ നേരത്ത് മനസ്സിലാവുന്നത്. നല്ല റിപ്പോർട്ടാണ് സംഭവം. അപ്പോൾ റിപ്പോർട്ടർ ചാനലിട്ടതുകൊണ്ട് പിന്നെ ഏഷ്യാനെറ്റുകാർ, മാതൃഭൂമി, മനോരമ എല്ലാം എണ്ണം തകർക്കുന്നുണ്ട് റിപ്പോർട്ടെടുത്ത് വെച്ച്. അപ്പോൾ എന്തായാലും റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്ന സാധനങ്ങളൊക്കെ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. പറയാനുള്ളത്, ഈ റിപ്പോർട്ട് കണ്ടിട്ട് ഈ മലയാള സിനിമ ഈ ഇന്ത്യയിൽ തന്നെയാണോ യവന്മാരൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ മലയാള സിനിമ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിലാണോ എന്നുള്ളത് അറിയത്തില്ല. കാരണം അതിന് സാധനങ്ങളാണല്ലോ ഇവിടെ. ഇവർ ഇതിൻ്റെ അകത്ത് പോസ്കോ വരെയുള്ള മറ്റേ ചാർത്താനുള്ള സാധനങ്ങളുണ്ട്. പോക്സോ അല്ലേ, പോക്സോ ചാർത്താനുള്ള സാധനങ്ങൾ വരെ ഉണ്ട്. പക്ഷേ അതൊന്നും ചാർത്തുന്നില്ല. പിന്നെ തെളിവുകൾ സഹിതമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഓൾറെഡി കേസ് എടുക്കാമല്ലേ. ഇത് 4 കൊല്ലമായി നമ്മൾ അടയിരിക്കുകയായിരുന്നു. സർക്കാർ അടയിരിക്കുന്നു. ഏതോ ഒരു മറ്റേ എന്താണ് കമ്മീഷൻ പറഞ്ഞത്, എന്താണ് വിവരാവകാശ കമ്മീഷൻ, നേരത്തെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് പുറത്തുവിടണ്ട. അതുകൊണ്ട് സർക്കാർ ഉടനെ അതിൻ്റെ മുകളിൽ അങ്ങ് അട വെച്ച് കോഴിക്കടയിരുന്ന് നടക്കും. അട വെച്ച് ഇത്ര 4 കൊല്ലത്തെ പ്രസവിച്ച് ഈ കോഴി. ഇപ്പം അമ്മാതിരി ഇതാണ്. കോഴി പ്രസവിക്കുമെന്ന് ചോദിക്കും. ഈ കോഴി പ്രസവിച്ചാണ് ഇപ്പം, സർക്കാർ കോഴി പ്രസവിച്ചതാണ് ഇപ്പം നമ്മൾ കണ്ട റിപ്പോർട്ട്. മുട്ട വിരിഞ്ഞെന്ന് പറയുന്നത് പ്രസവമായിരുന്നു നടന്ന. കാരണം പല പ്രാവശ്യം പറഞ്ഞു, മോനെ ഇതൊന്ന് പൊട്ടിക്കെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കൂല. കോടതി പറയണം, ഇല്ലല്ലോ അവരില്ല, അവിടെ കൂടെ ഇത് കൊടുക്കണം. പിന്നെ ചില ചേച്ചിമാരും ചില അണ്ണന്മാരൊക്കെ ആർക്കോ വേണ്ടി മറ്റേ ഇത് തടയാൻ പോയി. അപ്പോൾ അവരും 3G ആയി. ഓക്കെ, അവരും 3G ആയിട്ടുണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന പ്രധാന ഒരു കാരണം, 15 അംഗ മലയാള സിനിമയിൽ 15 അംഗ ഒരു മാഫിയ ഗ്രൂപ്പുണ്ട്. ആ മാഫിയ ഗ്രൂപ്പാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. 15 അംഗ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ നടന്മാർ, പ്രൊഡ്യൂസർമാർ, പിന്നെ സംവിധായകർ, ഇങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോൾ ടീം, ഇവരെല്ലാം ചേർന്നുള്ള ഒരു 15 അംഗ മാഫിയ. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും 15 അംഗം ആരൊക്കെ കാണുമെന്നുള്ളത്. അത് നമുക്ക് മലയാള സിനിമയിലെ ചില മീറ്റിങ്ങുകളൊക്കെ ചില സ്ഥലത്ത് നടക്കാണ്ട് നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളതെന്നുള്ളത്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഇനി അതിൻ്റെ ചർച്ചയുടെ ആവശ്യമില്ല. 15 അംഗ ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസിയാണ്. നോക്കിയാൽ അത് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെന്ന് തന്നെ പറയാം. നമുക്ക് പേരുകൾ സഹിതമുള്ള ചർച്ച പിന്നെ നടത്താം. നിങ്ങൾക്കറിയത്തില്ല 15 അംഗം ആരാണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പേരുകൾ പറഞ്ഞുകൊണ്ടിടാം. അതായിരിക്കും കോമഡി ആയിരിക്കും ഒരു 15 അംഗം ആരാണെന്നുള്ള. അപ്പോൾ അങ്ങനെ പിന്നെ ചിലരൊക്കെ മറ്റേ ദൈവത്തിൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്, പിടിക്കപ്പെടാതിരിക്കാനായിരിക്കും. ദൈവത്തിൻ്റെ പടം വെച്ചുകൊണ്ടാണ് ചില അണ്ണന്മാരെയൊക്കെ ഇത് ചെയ്യുന്ന പോക്കൃത്തരം കാണിക്കുന്നത്. ആയിക്കോട്ടെ, സുഖം അവരുടെ ഒരു സുഖമല്ലേ, അവർ ആയിക്കോട്ടെ അങ്ങനെ. പിന്നെ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ചെന്നൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. എടാ അതൊക്കെ കേസ് എടുക്കണ്ടേ എപ്പോഴേ? അത് കേസ് എടുക്കാനുള്ള വകുപ്പല്ലേ? അതെന്താ കേസ് എടുക്കാത്ത? സർക്കാർ എന്തോ ഉറങ്ങിയാണ്? സജി ചെറിയാൻ മന്ത്രി പറയുന്നു, ഞാൻ വായിച്ചിട്ടില്ല. 4 കൊല്ലം നിങ്ങൾ അടുത്തല്ലേ ഇരുന്നത്, നിങ്ങൾ അപ്പോഴും വായിച്ചിട്ടില്ല അവിടെ? അല്ലെങ്കിൽ നിങ്ങൾ കുറേ PA മറ്റവരെ കൊണ്ടല്ലേ, ഇവരെ കൊണ്ടൊന്നും വായിച്ചു നോക്കിയിട്ടില്ല. എന്നിട്ട് ഇതിൻ്റെ ഒരു രൂപം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുമില്ല. കോമഡി തന്നെ. അത് നല്ല മന്ത്രിയായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം മന്ത്രിമാർ. 4 കൊല്ലമായിട്ട് റിപ്പോർട്ട് കയ്യിരിക്കുന്നു, അതിൻ്റെ മുകളിൽ നമ്മൾ ഇതാണ് പറയുന്നത് അടയിട്ടുന്നു പറഞ്ഞു. ഇനിയിപ്പം പറയുന്നത് ഇനി ഒരു 2 മാസത്തേക്കാണ്, 3 മറ്റേ ഇത് 2 മാസം കഴിയാത്ത 1 മാസം കഴിയാൻ നേരത്തെ ഇനി അങ്ങേര് സിനിമാ മേഖലയിലുള്ള എല്ലാവരെയും വലിച്ചു കൂട്ടി, പിന്നെ സീരിയൽ മേഖലയിലുള്ള വിളിച്ചു കൂട്ടി ഒരു ഇത് നടത്തും, മീറ്റിംഗ് നടത്തും. അതിൻ്റെ അകത്ത് എല്ലാം അങ്ങ് പരിഹരിക്കും. പിന്നെ പീഡിപ്പിച്ച ക്രിമിനൽ കുറ്റം കൊണ്ടേ നിങ്ങളതങ്ങ് മറ്റേ ഒതുക്കി കൊടുക്കുകയാണ്. അത് സഹിച്ചറിയാനൊക്കെ മന്ത്രിമാർ ഇടപെട്ട് പീഡനമൊക്കെ നടത്തിയതങ്ങ് ഒതുക്കി കൊടുക്കുന്നത് എന്ത് കോമഡിയാണ് നിങ്ങളൊക്കെ കാണിക്കുന്ന. അത് കൊള്ളാമല്ലേ? പീഡനം നടത്തി, പിന്നെ എന്തൊക്കെ സാധനങ്ങൾ. പീഡനത്തോട് പീഡനം തന്നെ. മലയാള സിനിമ എന്ന് പറയേണ്ട ആവശ്യമില്ല. പീഡന സംഘങ്ങൾ, നല്ല ഉഗ്രം പീഡന സംഘങ്ങൾ. പിന്നെ അതിൽ തന്നെ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയെക്കുറിച്ച് പറയുന്നുണ്ട് ഇവർ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അമ്മ എന്ന് പറഞ്ഞ സംഘടന സ്ത്രീ വിരുദ്ധ സംഘടനയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. വേറെ ഒന്നുമല്ല, സ്ത്രീ വിരുദ്ധ സംഘടന. അപ്പോൾ അതിൻ്റെ അകത്തുള്ള നമ്മുടെ സിദ്ദിഖൊക്കെ ഉണ്ടല്ലോ, ചെകുത്താനെതിരെ കേസ് കൊടുത്താൽ. അപ്പോൾ ആ കേസൊക്കെ കൊടുക്കാൻ പോയ സിദ്ദിഖ്, ആ അണ്ണ ആദ്യം ചെയ്യാനുള്ളത് എന്തെന്നറിയാമോ? സിദ്ദിഖ് അണ്ണ ആദ്യം ചെയ്യാനുള്ളത് ഈ പറയുന്ന
നിങ്ങളുടെ സംഘടനയിലോ നിങ്ങളുടെ ഈ പ്രവർത്തന മേഖലയിലോ ഉള്ള ചെകുത്താന്മാരെയൊക്കെ പിടിക്കാനായിട്ട് കേസ് കൊടുക്കും. അല്ലാതെ പുറത്ത് മറ്റേ യൂണിഫോം ഇട്ടുകൊണ്ട് പോയി മോഹൻലാൽ അല്ലേ പോയപ്പോഴത്തെ യൂണിഫോം ഇട്ടുകൊണ്ട് പോയി, അത് ചെകുത്താനുള്ള പേര് മാത്രമല്ല, അവൻ്റെ സ്വഭാവത്തിൽ ചെകുത്താൻ കാണത്തില്ല. പക്ഷെ നിങ്ങളെയൊക്കെ ഈ പ്രവർത്തന മേഖലയിൽ സിനിമാ മേഖലയിലുള്ള പലവന്മാരും നല്ല പേരും നല്ല ഗ്ലാമറിലൊക്കെയാണ് നടക്കുന്നത്, പക്ഷേ കയ്യിരിപ്പ് നല്ല ചെകുത്താന്മാരാണ്. അപ്പോൾ അവന്മാർക്കെതിരെയൊക്കെ നീ കൊണ്ട് കേസ് കൊടുക്കും. അതാണ് വേണമെന്ന്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, 15 അംഗ ആൾക്കാരെ മാഫിയക്കാരെ അറിഞ്ഞുകൂടാത്ത ആളൊന്നും ആയിരിക്കത്തില്ലല്ലോ സിദ്ദിഖ്, അല്ലേ? സിദ്ദിഖിനെ അറിഞ്ഞുകൂടാതിരിക്കത്തില്ല, ടിനി ടോമിനെ അറിഞ്ഞുകൂടാതിരിക്കത്തില്ല, പിന്നെ അങ്ങനെ കുറച്ച് പേരൊക്കെ. എന്തായാലും ഈ 15 അംഗ എന്താണ് മറ്റേ മാഫിയക്കാര, അതായത് ഈ മെയിൻ നടന്മാരും പ്രൊഡ്യൂസർമാർ അങ്ങനെയുള്ളവരെല്ലാം ഉൾപ്പെട്ട ആ മാഫിയ, 15 അംഗ മാഫിയ, ഹേമ കമ്മിറ്റി പറയുന്ന, അത് അറിഞ്ഞുകൂടാതിരിക്കാൻ വേണ്ടിയുള്ള മാരൊന്നും അല്ല. സിദ്ദിഖിനും അറിയാമായിരിക്കും, ടിനി ടോമിന് അറിയാമായിരിക്കും, പിന്നെ അതേ കണക്ക് കുറച്ച് പേരൊക്കെ അറിയാമായിരിക്കും. എന്തായാലും അതിൻ്റെ അകത്തുള്ള കുറച്ച് പേരൊക്കെ അറിയാം. പിന്നെ ബാക്കിയുള്ളവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് പേന്മാരുണ്ട്, അവരൊക്കെ അറിയാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യവും മയക്കുമരുന്നും എല്ലാം. അതാണ് പെണ്ണ് വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് ചിലർ മൊഴി കൊടുത്തേക്കുന്നത്. എല്ലാം അടിച്ച് കിറുങ്കിയാണ് വരുന്നത്, ക്രിയേറ്റിവിറ്റി കൂട്ടാനാണെന്ന്. എന്തായാലും വല്ലാത്ത ക്രിയേറ്റിവിറ്റി തന്നെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അതൊക്കെ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അതും കേസ് എടുക്കാനുള്ള സാധനമാണ്, അല്ലേ? അത് ഈ 4 കൊല്ലം എന്താണ് നിങ്ങൾക്ക് ഉറങ്ങിയപ്പോഴേ 4 കൊല്ലം? അതായത് ഇതങ്ങോട്ട് കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് അടിച്ച് കിറങ്ങിയിരിക്കുന്നവന്മാരെയൊക്കെ അന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോയി ടെസ്റ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് അയ്യോ ഞങ്ങൾ അവന്മാരൊക്കെ അകത്താവും. സജി ചെറിയ എന്നും പറയുന്നത് ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർക്കണം, ഒതുക്കി തീർക്കണം. മലയാള സിനിമ ഭയങ്കര കോടിക്ക് രൂപ കണക്കാണ് ഉണ്ടാക്കി തരുന്നത്, ഭയങ്കര പൈസയാണ് കിട്ടുന്നത്. അതായത് മലയാള സിനിമ പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പീഡനവും ഒരു പ്രശ്നമല്ല, കഞ്ചാവും പ്രശ്നമല്ല, മയക്കുമരുന്നും പ്രശ്നമല്ല, മദ്യവും പ്രശ്നമല്ല, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പ്രശ്നമല്ല, കൊച്ചുങ്ങളെ ഉപദ്രവിക്കുന്ന പ്രശ്നമല്ല, പൈസ കിട്ടിയാൽ മതി. ഇതാണ് സജി ചെറിയാൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. മലയാള സിനിമ ഇത് പൈസ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഇമാതിരി കാണിച്ച പോക്കൃത്തരങ്ങളെല്ലാം മറക്കും നിങ്ങൾ. അതെന്തായാലും നല്ല മറവിയാണ്. എന്തായാലും പുള്ളി റിപ്പോർട്ട് വായിക്കട്ടെ. പുള്ളി ഇന്ന് റിപ്പോർട്ട് ഇതുവരെ വായിച്ചു, 4 കൊല്ലമായിട്ട് വായിച്ചിട്ടില്ല. ഇന്ന് ചിലപ്പോൾ ഇനി വായിക്കുമായിരിക്കും. ചാൻസ് കുറവാണ്, റിപ്പോർട്ട് വായിക്കാൻ ചാൻസ് കുറവാണ്. പിന്നെ ആരെങ്കിലും വായിച്ചു കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, സാറേ ഇത് കണക്കൊക്കെ ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി അതൊക്കെ ഓർത്ത് വെച്ചേക്കും. അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. നമ്മൾ തന്നെയാണ് ബാക്കി എന്ത് പറയാനായിട്ടാണ്. പിന്നെ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയൊക്കെ ഇത് ആരുടെ പീഡിപ്പിച്ചത്? മലയാള സിനിമയിലുള്ള എന്തായാലും പീഡിപ്പിച്ച്, അത് സംവിധായകരുണ്ട്, മെയിൻ നടന്മാർ പീഡിപ്പിച്ചു കുട്ടികളെ. പിന്നെ വേറൊന്നും കൂടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നുണ്ട്. അത് ലൂസിഫർ സിനിമയെക്കുറിച്ചുള്ളതാണ്. അത് ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല എന്താണെന്നുള്ള. ആ സാധനം റിപ്പോർട്ടർ ചാനൽ പറഞ്ഞപ്പോഴത്തേക്ക് അത് റിപ്പോർട്ടർ ചാനൽ ആ ലൂസിഫർ പറഞ്ഞിട്ട് അവിടെ മുക്കി. അപ്പോൾ നമുക്ക് അറിയത്തില്ല. ബാക്കി നമുക്ക് റിപ്പോർട്ട് നമുക്ക് കിട്ടുമായിരിക്കും ഇനിയിപ്പം. പബ്ലിക് ഡൊമൈനിൽ എന്തായാലും വരുമല്ലോ, അപ്പോൾ നമുക്ക് കൈ കിട്ടും. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ലൂസിഫറിൻ്റെ സിനിമ എടുത്തിരുന്നത്, അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നം ഒരു പെണ്ണ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിവരങ്ങൾ പുറത്ത് വരും. അതാണ് സിനിമയുടെ പേരെടുത്ത് പറഞ്ഞൊരു ഇത് അതാണ്. പിന്നെ വേറെ ഏതോ ഒരു സിനിമയുടെ പറഞ്ഞിട്ടുണ്ട്, ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതിൻ്റെ അകത്ത് അവർ പറയുന്ന സാധനങ്ങളൊക്കെ അവർ കുറച്ചൊക്കെ റിപ്പോർട്ടർ ചാനലായിരുന്നു, അവർ മുക്കിയാണ് കൊണ്ടുപോയതൊക്കെ. പിന്നെ ഈ രാത്രി കതവിന് മുട്ട് ചിലവന്മാരൊക്കെ, ഈ നടിമാർ കിടന്നുറങ്ങുന്നത്. നടിമാരൊന്നും വേണ്ട, സാരി ഉടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ പെണ്ണായിരുന്നാൽ മതി, പെണ്ണിൻ്റെ രൂപമായിരുന്നാൽ മതി, അണ്ണന്മാർ മുട്ട് തുടങ്ങും. മുട്ടല്ല, ഇങ്ങനെ ചെറിയ മുട്ടല്ലെന്നാണ് പറഞ്ഞത്. കതവ് പൊളിച്ചവന്മാരൊക്കെ അകത്ത് വരുമോ എന്നുള്ള പേടിച്ചാണ് ഈ സ്ത്രീകളൊക്കെ ഉറങ്ങുന്നതെന്ന് പറഞ്ഞു. അതേണക്കത്തെ മുട്ടാണ്. അത് അവന്മാരെ മുട്ടി നിൽക്കുന്നതാണ്, ആ മുട്ടുന്നവനങ്ങ് മുട്ടി നിൽക്കുന്നതാണെന്നുള്ള പ്രശ്നമായിരിക്കും. ഇതൊന്നും പോലീസിൽ വരുന്നില്ല. താരങ്ങളാണ്, ഞങ്ങളെ താരങ്ങളാണ്, ഞങ്ങളെ താരങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാൻസുകാർ നടക്കുന്നത്. ഇതണക്കൊക്കെയാണ് പ്രശ്നം. അണ്ണന്മാരുടെ ഇതണക്കൊക്കെയാണ് പ്രശ്നങ്ങൾ. അണ്ണന്മാരൊക്കെ ഇതാ നിങ്ങൾ കുറച്ച് ഇനി ഇതണക്കത്തെ ഫാൻസുകാർ ഇതൊന്നും വേണ്ടടേ. താരാരാധന, എന്താണ് താരാരാധന? അതെ, അതൊന്നും വേണ്ട. എന്തിനാണ് അതൊക്കെ വേണമെന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അത് നിർത്തുക. ഇനിയെങ്കിലും ആൾക്കാർ മതിയാക്കുക. ഈ താരാരാധന ഉണ്ടല്ലോ, രാധന, ആ രാധനയാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അതെങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ത്രീയ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് കംപ്ലയിൻറ്റ് കൊടുത്തെന്ന് വിചാരിക്കുക. കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ തന്നെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ, ഓക്കെ, അതെല്ലാം അണ്ണന്മാർ ഈ പറയുന്ന ഫാൻസ് ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ വഴിയാണ് പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് സൈബർ ആക്രമണം നടത്തി ആ പെണ്ണിൻ്റെ
ഇത് ഇല്ലാതാക്കണം. ഒരു പെണ്ണ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ ഒരു നടി പറഞ്ഞത് അവരെ ഇത് കണക്ക് മോർഫ് ചെയ്ത ചിത്രങ്ങൾ അവരുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്തോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കരുത്. എന്നിട്ടും കേസായില്ല. അതാണ്, എന്നിട്ട് കേസ് ആവുന്നില്ല. അതൊന്നും കേസ് ആവുന്നില്ല. കേസ് തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. കേസ് തീർക്കാൻ വേണ്ടി അതിൻ്റെ അപ്പുറത്ത് ഇതിനി പബ്ലിക് ഡൊമൈനിലിടും എന്നുള്ള ഭീഷണി, അതോടെ കേസ് തീർന്നു. പിന്നെ ഈ സിനിമയിൽ തന്നെ കഞ്ചാവ്, പിന്നെ മറ്റേ മയക്കുമരുന്ന്, ഇതൊക്കെ ഉപയോഗം, നിറച്ചുപയോഗം, അതിനും കേസില്ല. അതായത് മലയാള സിനിമയിൽ എന്ത് പോക്കത്തരം കാണിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ ഒരു കേസും ഇല്ല, ഒരു ഭണ്ഡാരവും ഇല്ല. നിങ്ങൾക്ക് എന്തും ചെയ്യാം. പിള്ളേരെ പീഡിപ്പിക്കാം, സ്ത്രീകളെ പീഡിപ്പിക്കാം, ആരെ എന്തും ചെയ്യാം, മയക്കുമരുന്നടിക്കാം, മറ്റേ പബ്ലിക്കായിട്ട് ഇത് അടിച്ച് കിറങ്ങി അടക്കാം, മറ്റേ വെള്ളം ഒട്ടിക്കാം. വെള്ളം ഒട്ടിക്കാന്ന് വെച്ചാൽ മദ്യം അടി, ഇതെല്ലാം ചെയ്യാം. ഒന്നും സംഭവിക്കാൻ പോകണില്ല. നിങ്ങൾക്ക് എൻജോയ്, മാക്സിമം എൻജോയ് ചെയ്യാം. ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. ഇനി ഏതൊക്കെ നടന്മാരാണെന്നൊക്കെ നമുക്ക് പിന്നെ ചിലർ എന്താണ് ചില ചില നടന്മാരൊക്കെ മറ്റേ ഏതെങ്കിലും പുതിയ നടി വരികയാണെന്നുണ്ടെങ്കിൽ അന്ന് അവൻ്റെ കൂടെ കിടക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അവൻ്റെ കൂടെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഭയങ്കര ഇതായില്ലേ അല്ലേ? അതായത് ആ നടൻ്റെ കൂടെ കിടന്നു കഴിഞ്ഞാൽ മാത്രം, ആ നടൻ നേരിട്ട് ആവശ്യപ്പെടത്തില്ല. അതിന് വേറെ ബ്രോക്കർമാരുണ്ട്. ആ ബ്രോക്കർമാർ വന്നിട്ട് ആവശ്യപ്പെട്ട് നടിയെ അവരോടെ കിടത്തും, എന്നിട്ട് ഇതാവും. ഇനിയിപ്പോൾ എത്ര നടിമാരൊക്കെ ഇങ്ങനെ കിടന്നിട്ടുള്ളത് നമുക്കറിയത്തില്ല അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ നോക്കാത്ത പേരുകളൊന്നും ഇല്ലാത്തതാണ് എന്ത് എല്ലാവരും നമ്മളിങ്ങനെ ഇതേ കണ്ണിൽ തന്നെ കാണും. ആ സമൂഹം ഇനി അങ്ങനെ കാണുന്നത്, കാരണം പേരില്ലല്ലോ. അതേ കണക്ക് തന്നെ ഈ നടന്മാരെന്ന് പറയുന്നവന്മാർക്കും പേരില്ല, ഈ പീഡനം ചെയ്തവന്മാർക്കും പേരില്ല, ഒരുത്തനും പേരില്ല. നടന്മാരൊക്കില്ല, പിന്നെ സംവിധായകർക്കില്ല. പ്രമുഖ സംവിധായകന്മാരൊക്കെ പീഡനത്തിൻ്റെ അങ്ങേയറ്റം പീഡനക്കാരന്മാരാണെന്ന് പറഞ്ഞു. പീഡനത്തോട് പീഡനം. പ്രൊഡ്യൂസർമാർ, സംവിധായകരൊക്കെ ഉൾപ്പെട്ട ഒരു ഗ്യാങ് തന്നെ ഉണ്ട് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട്, പെൺപിള്ളേരെ പീഡിപ്പിക്കാൻ മലയാള സിനിമയിൽ. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഈ കോണത്തിലൂടെ പോകാതിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവനെയൊക്കെ പറഞ്ഞു വിട്ട് കുറേ എണ്ണത്തിന് മറ്റേ ഈ ഇവരുടെ അമ്മയെന്ന് പറഞ്ഞ സംഘടനയൊക്കെ ഉണ്ടല്ലോ. ഈ സംഘടന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് വെച്ചേക്കുന്നത് എന്തോ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ്, ഞങ്ങൾ 1500 രൂപ കൊടുക്കുന്നില്ല, 1600 രൂപ ആരൊക്കെ കൊടുക്കുന്നുണ്ട് മാസം, 3000 രൂപയെ ആർക്കാ കൊടുക്കുന്നുണ്ട്, കുറേ ആൾക്കാരെ കൊടുക്കുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ബാക്കിയുള്ളതിനേക്കുള്ള ലൈസൻസ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയല്ലോണോ? അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയണം അല്ലേ? ബാക്കി ഈ പൈസ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ഞങ്ങൾ ആരെയും പീഡിപ്പിക്കും, ഞങ്ങൾ ആരെയും മറ്റേത് ചെയ്യും, മറ്റത് ചെയ്യും, മറിച്ച് ചെയ്യും. അതിനുള്ള ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മൾ പിന്നെ ഒരു കമ്മിറ്റി, ഇപ്പോൾ ഈ കമ്മിറ്റിക്ക് തന്നെ 1 കോടി രൂപ നാട്ടുകാരുടെ പൈസ എടുത്ത് കൊടുത്താൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ എന്തിനാണ് നീയൊക്കെ എന്ത് പോക്കത്തരമാണോ ചെയ്യുന്നത്? നമ്മളൊരു പുല്ലും ചെയ്യാൻ പോകണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നാട്ടുകാരൊക്കെ എന്ത് പ്രശ്നം? നീയൊക്കെ അതിൻ്റെ അകത്ത് കാണിച്ച് പീഡിപ്പിക്കുക, അതിൻ്റെ അകത്ത് പോയ പെണ്ണുങ്ങൾക്കൊക്കെ നമ്മളങ്ങ് വിചാരിക്കും അതിൻ്റെ അകത്തോട്ട് പോകണ പെണ്ണുങ്ങളെല്ലാം പീഡനത്തിന് പോകണമെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നീയൊക്കെ പറഞ്ഞാൽ മതിയല്ല, ഞങ്ങൾ അതിൻ്റെ അകത്ത് പീഡനവും മറ്റേ കാര്യങ്ങളെല്ലാം നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തോട്ട് പോകണം. എന്താണ് ഇങ്ങനല്ലേ പറ്റത്തുള്ളൂ? ഈ റെഡ് സ്ട്രീറ്റിലോട്ടുള്ള ഈ സ്ത്രീകളെ തന്നെ. അപ്പോൾ അവിടെ പോകണം എന്തിനാണ്? അവിടെ ആ സ്ത്രീകൾ അവിടെ ഉള്ളത് മറ്റേ ഇതേണക്കത്ത വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ അതേ കണക്ക് മലയാള സിനിമയിലോട്ട് പോണ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നമ്മളെങ്ങനെ കാണണം? പീഡിപ്പിക്കാൻ വേണ്ടി പോണ ഒരു സംഘവും പീഡനം ഏറ്റുവാങ്ങാൻ പോകുന്ന ഒരു സംഘവും. ഇങ്ങനെ ഉണ്ടാതിയല്ലോ, അല്ല നല്ലത്. പിന്നെ അതിൻ്റെ അകത്തൊരു മാഫിയ ഗ്രൂപ്പുകൾ, മാഫിയകളാണ്, ഭയങ്കര ശക്തമായ മാഫിയകളാണ്. ശക്തമായ മാഫിയ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് 4 കൊല്ലം ഇപ്പം അടയിരുന്നത്. ഇപ്പം പ്രസവിക്കും എന്ന് പറഞ്ഞിട്ടൊക്കെയായിരുന്നു. പക്ഷെ രക്ഷയില്ല. അവസാനം ഇന്ന് പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം റിപ്പോർട്ടിൻ്റെ അകത്ത് നിറച്ച് ഇതാണ് കഥ. കഞ്ചാവ്, പീഡനം, ഇത് തന്നെ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉള്ളതാണ്. പിന്നെ ഇതാണ് കഥ. ഈ നടിയെ ആക്രമിച്ച ഒരു കേസുണ്ടല്ലോ, അതിൻ്റെ അകത്ത് സജഷനായിട്ട് അവർ പറയുന്നത് വെച്ചാൽ ഒരു കാരണവശാലും ഈ ഗുണ്ടകളെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, ക്രിമിനൽസിനെ ഒന്നും ഡ്രൈവർമാരായിട്ട്, ഈ പെൺപിള്ളേരൊക്കെ ഡ്രൈവർമാരായിട്ട് ഉപയോഗിക്കരുത്. അതായത് പ്രത്യേകിച്ച് പ്രൊഡ്യൂസർമാരുടെ ഡ്രൈവർ ആയിരിക്കരുത് ഇങ്ങനെയുള്ള സാധനങ്ങൾ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്മാർ ആ പെൺപിള്ളേരെ കൊണ്ട് പീഡിപ്പിക്കുക എന്തെങ്കിലും ചെയ്യും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതണക്കുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവം നടക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യാനായിട്ടാണ്? ഇനി നമുക്ക് അടിപൊളിയായിട്ട് മലയാള സിനിമ അല്ലെ പീഡനങ്ങൾ തുടരട്ടെ. അത് നിൽക്കാനൊന്നും പോകണില്ല. ഇത് ഒരു കാരണവശാലും നിൽക്കുന്നത്, ഇത് പണ്ട് തൊട്ടേ അവന്മാർ തുടർന്ന് വന്നുകൊണ്ടിരുന്നൊരു സാധനമാണ്. അവന്മാർ നിർത്താനൊന്നും പോകണില്ല ഇതിൽ. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന എത്രയോ സംവിധായകന്മാരുണ്ട്. കഥ പറയാൻ പോയ പെൺപിള്ളേരെ വരെ ഹോട്ടൽ റൂമിലോട്ട് വിളിച്ച സംവിധായകന്മാർ വരെ ഉണ്ട്. അവസാനം പെണ്ണിറങ്ങി ഓടി.
ആ അങ്ങനെ കഥ പറയാൻ പോയ പെണ്ണിനെ പീഡിപ്പിക്കാൻ പോയ സംവിധായകൻ, പ്രമുഖ സംവിധായകൻ ഉണ്ട്, ഇല്ലാതൊന്നുമില്ല, പ്രമുഖ സംവിധായകനെ ഉണ്ട്, എനിക്കെന്നറിയാം. ഓക്കെ, അതുകൊണ്ട് കാണാൻ നേരത്തെ നമ്മൾ അണ്ണന്മാരൊക്കെ മറ്റേ ഇതാണ് മറ്റേ ഇതൊക്കെ മറ്റേ എന്താണ്, ഞങ്ങൾ ഫാമിലി സിനിമകളാണ് എടുക്കുന്നത്, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരിക്കും. പക്ഷേ കൈയിരിപ്പാ അങ്ങേറ്റത്ത പോക്കൃതരം കേട്ട കൈവിട്ടിപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധായകന്മാരും ഉണ്ട്, പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണൊന്നും മൊഴി പറയണ്ടേ, അങ്ങനെ അവനാണ് എന്നെ പീഡിപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് പറയണ്ടേന്ന്. അപ്പോൾ അതുകൊണ്ടാണ് പറയാത്ത, പേര് പറയാത്ത. അല്ലേ അല്ല, നിങ്ങൾക്ക് എന്താണ് പേര് പറഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തനും വരണ്ട, നീയൊക്കെ വന്ന് കേസ് പറയുമോ ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ? ഇല്ലല്ലേ, തെളിവ് നീയൊക്കെ കൊണ്ടുവരുമോ? ഇല്ല. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ പേര് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇപ്പം അതാ ഈ ഇതിൻ്റെ അകത്ത് നോക്ക്, ഹേമ കമ്മിറ്റിയിൽ ആവശ്യത്തിന് തെളിവുകളുണ്ട്, ആവശ്യത്തിന് തെളിവുകളുണ്ട്, എല്ലാ ചക്കയും മാങ്ങയും എല്ലാ സാധനങ്ങളും ഉണ്ട് അതിൻ്റെ അകത്ത്. വാട്സപ്പ് മെസ്സേജുകൾ, അല്ലാത്ത മെസ്സേജുകൾ, സ്ക്രീൻഷോട്ടുകൾ, വീഡിയോസ്, ഇതെല്ലാം സഹിതം തെളിവ് സഹിതമാണ് പലരും കൊടുത്തേക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ സർക്കാർ ഉറങ്ങി അതിൻ്റെ മണ്ടയിൽ. പോരാത്തിന് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ കുറേ സാധനങ്ങൾ എടുത്ത് മാറ്റി, തെളിവുകളായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റിയിട്ടാണ് ഇപ്പോഴും ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. പൂർണ്ണമായ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. അത് സ്വകാര്യതയെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്വകാര്യതയെ ബാധിക്കാതെ എന്ത് ചെയ്യണം? പോലീസിന് കേസ് കൊടുക്കാമല്ലോ. പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകണമൊന്നുമില്ല, പൊതു താല്പര്യ ഹർജിയായിട്ട് കോടതിയിലോട്ട് ആൾക്കാർ പോകും. ഈ സാധനം പൊങ്ങി വരും, ഇത് അന്വേഷിക്കും, അതിന് കുറേ കാലതാമസം എടുക്കും, അതിൽ കുറേ അവന്മാർ കയറിപ്പോവും. ഇതാണ് നടക്കാൻ പോകണം. ഇനി പ്രമുഖ നടന്മാരും ഒക്കെ പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങൂല. പോലീസുകാർ ഇങ്ങനെ താന്ന് നിൽക്കത്തേയുള്ളൂ, പോലീസുകാർ ഇങ്ങനെ താന്നാന്ന് വന്നുകൊണ്ടിരിക്കും. കാരണം പോലീസുകാരൊക്കെ അന്വേഷിച്ച് കിട്ടാത്തതുകൊണ്ടല്ല, രാഷ്ട്രീയ ഇടപെടൽ. നമ്മൾ ഇന്ന് തന്നെ കേട്ടില്ലേ, ഒരുപാട് കോടി രൂപയാണ് മലയാള സിനിമ കൊണ്ട് തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം സോൾവ് ചെയ്ത് പോകണം. പറഞ്ഞത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് എത്ര കേസ് കൊടുത്തു കഴിഞ്ഞാലും പ്രമുഖ നടന്മാരുടെ അടുത്തോട്ട് എത്തുമോ എന്നുള്ളത് പോലീസുകാർക്ക് നല്ല രീതിയിൽ പോലീസുകാർക്ക് അന്വേഷിച്ച് അവന്മാരെ പിടിച്ചുകൊണ്ട് വരാൻ നല്ല രീതിക്ക് പോലീസുകാർക്ക് അറിയാം. പക്ഷെ എന്താണ്, നമ്മുടെ രാഷ്ട്രീയക്കാർ സമ്മതിക്കൂല. രാഷ്ട്രീയക്കാർ സമ്മതിക്കത്തില്ല. അതിൽ ഏത് പാർട്ടിയൊന്നുമില്ല, എല്ലാ പാർട്ടികളും കണക്ക് തന്നെ സമ്മതിക്കില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി ഇത് മറ്റേ ന്യൂസ് ചാനലുകാർക്ക് കുറേ ദിവസം ചർച്ച ചെയ്യാം, പിന്നെ യൂട്യൂബുകാർ ഇനിയിപ്പോൾ ചർച്ച ചെയ്യുമായിരിക്കും. ചർച്ച പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ഒരു മണ്ണാൻ കെട്ടം ഇവിടെ സംഭവിക്കാൻ പാടില്ല കേട്ടോ, ഒരു മണ്ണാൻ കെട്ടം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയേ ഉള്ളു പറയാൻ. പിന്നെ ഈ അറ്റ്ലീസ്റ്റ് ഈ കൊച്ചുങ്ങളെ പീഡിപ്പിച്ചവന്മാരെങ്കിലും കേരളത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കുന്നു, കുട്ടികളെ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്ന സർക്കാരുകൾക്ക് അതിലെങ്കിലും കുറച്ച് ബാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ, അവരുടെ അടുത്ത് കുറച്ചെങ്കിലും ഒരു ബാധ്യത ആ കാറ്റഗറി പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ചെയ്ത അവന്മാരെങ്കിലും പിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള സാമാന്യ മര്യാദ കാണിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് കോടതി ഇടപെടണം. ഇപ്പോൾ ഹൈക്കോടതിയാണ് ഇടപെട്ടിട്ട് എന്ത് ചെയ്യണം, അവർ തന്നെ അവരെ മേൽത്തോട്ടത്തിൽ ഒരു അന്വേഷണമോ അങ്ങനെ എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ ഇത് ഫുള്ള് സാധനങ്ങളും പുറത്ത് വരും. അല്ലാന്നുണ്ടെങ്കിൽ വരില്ല. കോടതിയുടെ മേൽനോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ അടുത്ത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ വരില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇങ്ങനെ പൂത്തിരുന്നത്. അതിൻ്റെ അകത്ത് റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് എനിക്ക് അതിനകത്ത് ചെടിയെ കൊളന്നു പോകുന്നു. അപ്പോൾ അതാണ് അവസ്ഥ. ഒറിജിനൽ കോപ്പിക്കത് എന്തായാലും ചെടിയെ കൊളന്നാണ്. ഇപ്പോൾ കുറച്ചാളോടെ ഇരുന്നായിരുന്നെങ്കിൽ അങ്ങ് കത്തിയനെ, അതിരുന്ന സ്ഥലം ഷോർട്ട് സർക്യൂട്ട് കത്തിപ്പോയനെ. അത് അങ്ങനെ പറയും. അങ്ങനെയൊക്കെ ഒരുപാട് കോമഡിയസ് ഉള്ള സാധനമാണ്. അപ്പോൾ എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തായാലും ആ ഹേമ കമ്മിറ്റിയിലുള്ള ആൾക്കാർ വളരെ നല്ല രീതിയിൽ അന്വേഷിച്ച് അത് അത്ര നല്ല റിപ്പോർട്ടാണ് ഉണ്ടാക്കിയത്. അത് സമ്മതിക്കും. 1 കോടി രൂപ നാട്ടുകാരുടെ പൈസ എടുത്ത് ആ കമ്മിറ്റിക്ക് കൊടുത്തെന്നുണ്ടെങ്കിൽ ശരി തന്നെ അവരടിപൊളിയായിട്ട് അത് ചെയ്തു. അതിൽ നമ്മൾ കിടിലുമായിട്ട് അവർ ചെയ്തു. പിന്നെ ഈ സിനിമയിലുള്ള എല്ലാ നടിമാരും മോശമാണ്, സിനിമയിലുള്ള എല്ലാ നടന്മാരും മോശമാണ്, സിനിമയിലുള്ള നടന്മാരല്ല, സിനിമയിലുള്ള ആൾക്കാരിൽ ആണുങ്ങൾ മൊത്തം മോശമാണ്, അങ്ങനെയുള്ളതൊന്നുമില്ല. നല്ല ആൾക്കാരുണ്ട്, എല്ലാ സ്ഥലത്തും കാണുന്ന തന്നെ ഊളകളുമുണ്ട്. അപ്പോൾ ഈ ഊളകൾ ചെയ്യുന്ന പ്രവർത്തികൾ ഇന്നാണ് സപ്പോർട്ട് കൂടുതൽ, അത്രയേ ഉള്ളൂ. കാരണം ഈ ഊളകൾ ചെയ്യുന്ന ഈ ഇമാതിരിയുള്ള പെൺപിള്ളേരെ പീഡനത്തിനും പിന്നെ ഇതേണക്കുള്ള കാസ്റ്റിംഗ് കൗച്ച്, പിന്നെ ഇൻറ്റിമേറ്റ് സീനിൽ അങ്ങനെ കിടക്കണം, ഇങ്ങനെ കിടന്ന് ഉമ്മ വെച്ചാൽ എടുത്തുള്ള അതിനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വന്ന് കിടക്കണം, അങ്ങനെ പല പല സാധനങ്ങളൊക്കെയാണ് ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരുടെ ആവശ്യം, അല്ലാന്നുണ്ടെങ്കിൽ നടന്മാരുടെ ആവശ്യങ്ങളൊക്കെ. മനസ്സിലായോ? അപ്പോൾ കഴിവതും പിന്നെ ഈ സാധനത്തിലോട്ട് പോവാതിരിക്കുക. വേറല്ല, തമിഴ് സിനിമയെ പഴയണ പോയിട്ട് അഭിനയിക്കും. തമിഴ് പിന്നെ ബെറ്ററാണ് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാരെങ്കിലും ഇവിടത്തെങ്ങാട്ട് കുറച്ചുകൂടെ ബെറ്ററാണ് കേട്ടോ. അല്ലാതെ
ഇത്രയും പോക്കത്രയും കാണിക്കും. ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ചെല്ലുന്ന ആൾക്കാരൊക്കെ അവർക്ക് കുറച്ചുകൂടെ കാര്യമുണ്ട്, കുറച്ച് ബഹുമാനം കൂടുതൽ കിട്ടും. അതേസമയം ഇവിടത്തെ ആണെങ്കിൽ നിങ്ങൾ പീഡിപ്പിച്ച് നിന്നെയൊക്കെ പണ്ടാരടക്കം അവർക്ക് കൊച്ചുങ്ങളെന്ന് നോട്ടമില്ല, മുതിർന്ന ആൾക്കാരത് നോട്ടമില്ല. ഏതെങ്കിലും പെൺരൂപം കണ്ട് ആദ്യം അണ്ണന്മാർ പീഡിപ്പിക്കാണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതാണ് മലയാള സിനിമയിലുള്ള ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലുക്കും നടക്കാൻ പോകുന്നില്ല. പൈസ അവന്മാരുടെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഇൻഡസ്ട്രിയിൽ പോയിട്ട് പെൺകുട്ടികളൊക്കെ അഭിനയിക്കുക, ജീവിച്ചു പോവുക. ഇവിടെ അല്ലെന്നുണ്ടെങ്കിൽ അത്രയും നല്ല സംവിധായകനും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മക്കളെ അഭിനയിച്ച് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രമുഖ സംവിധായകൻ, പ്രമുഖ നടൻ എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതം കട്ടയം മൂടും മടങ്ങും. അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.